അപ്പോൾ ഒരു വർഷം വരെ ഈ തേങ്ങ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ചിരകിയിട്ട്. അപ്പോൾ നമുക്ക് പുറം നാടുകളിലൊക്കെ പോകുമ്പോൾ കുട്ടികൾക്ക് കൊടുത്തുവിടാം. ഇതുപോലെയാണ് ഞാൻ ചെയ്യാറ്. നമ്മുടെ സമയം മെനക്കെടുത്തുന്ന ഒരു ജോലിയാണ് തേങ്ങ ചിരണ്ടുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും എങ്ങനെയാണെന്ന് വെച്ചാൽ എസ്റ്റേറ്റ് പോകുമ്പോൾ അവിടുന്ന് ഇതുപോലെ ചിരണ്ടി കൊണ്ടുവരാറാണ്. അവരിതുപോലെ ഒരുപാട് തേങ്ങ എനിക്ക് ചിരകി തരും. അതുകൊണ്ടൊന്ന് ഞാൻ എങ്ങനെയാണ് ഫ്രീസ് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ 2 തരത്തിൽ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാ ഇവിടെ കോഴിക്ക് തീറ്റ കൊടുക്കുന്നതാണ് ഞാൻ വീഡിയോ എടുത്ത് എനിക്ക് വെറുതെ കാണുമ്പോൾ ഒരു കൗതുകത്തിന് എടുത്തതാണ്. പിന്നെ ഇത് കണ്ടോ, ഇത് നമ്മൾ എസ്റ്റേറ്റിൽ തൈര് കലക്കുന്ന ഒരു പാത്രമാണ്. ഇത്രയും നീളമുള്ളൊരു പാത്രം, അതിൻ്റെ അടുത്ത് കണ്ട വലിയൊരു കോല് പോലുള്ള സാധനം, അത് വെച്ചാണ് ഇവിടെ തൈര് കലക്കാറ്. നമുക്ക് ഒരുപാട് പശുക്കളുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് പിന്നെ ദിവസം കാണിച്ചിട്ട് എങ്ങനെയാണ് തൈര് ഉണ്ടാക്കുന്നതിൽ. പിന്നെ നമ്മൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുത്തു വിടാം. തേങ്ങ അവിടെയൊക്കെ തേങ്ങ കിട്ടുന്നുണ്ടെങ്കിലും അത് ഈ ശ്രീലങ്കൻ തേങ്ങ ഇത്രയും ടേസ്റ്റിയുള്ള തേങ്ങയായിരിക്കില്ല. അപ്പോൾ ഇതുപോലെ കൊണ്ടുപോയാൽ നമുക്ക് ഒരു വർഷം വരെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് 2 തരത്തിലാണ് ഞാനിന്നിവിടെ വീഡിയോ കാണിക്കുന്നുള്ളത്. ഒന്ന് നമുക്ക് എങ്ങനെ ഫ്രീസറിൽ നമുക്ക് തീരെ ബുദ്ധിമുട്ടില്ലാതെ, സാധാരണ നമുക്ക് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എല്ലാവരും പറയാറുണ്ട്. ഒരു പ്രാവശ്യം വെച്ച് കഴിഞ്ഞാൽ പിന്നെ എടുക്കുമ്പം അത് ഭയങ്കര കട്ടിയായിട്ടുണ്ടാകുന്നു. അപ്പം ഞാൻ ചെയ്യുന്ന 2 രീതിയാണ് ഞാൻ കാണിച്ചു തരുന്നത്. മക്കൾക്ക് കൊടുത്തു വിടാനും പുറത്തേക്കൊക്കെ പോകുമ്പോൾ കൊടുത്തു വിടാനും ഉള്ള ആ തേങ്ങ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇത് ഞാൻ മുഴുവനായും തന്നെ എസ്റ്റേറ്റിൽ നിന്ന് ചിരകി കൊണ്ടുവന്നതാണ്. ഇത് എൻ്റെ ആവശ്യത്തിലുള്ള തേങ്ങ മാത്രമാണ് കേട്ടുള്ളത്. അപ്പോൾ കുറച്ച് നാളത്തേക്ക് മതി. അപ്പോൾ ഇത് വെച്ച് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ സാധാരണ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എടുക്കുമ്പം ഭയങ്കര കട്ടിയാവും. അപ്പോൾ അതുപോലെയല്ല കേട്ടോ ഫ്രീസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇത് കണ്ട ഞാൻ ഫ്രീസറിൽ ഒരു ഇല വെച്ചിട്ടുണ്ട്, വാഴ ഇല വെച്ചിട്ടുണ്ട്. അതിലേക്ക് തേങ്ങ ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കണം. ഇത് അല്ലെങ്കിൽ നിങ്ങൾ പ്ലേറ്റ് വെച്ചാലും മതി. എനിക്കിതാണ് വളരെ ഈസിയായി തോന്നിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൽ ഞാനിത് ഇതുപോലെ നിരത്തി കൊടുത്തിട്ടുണ്ട്. അധികം കട്ടിയല്ലാതെ എന്നാൽ കുറച്ച് കട്ടിയിലും നമുക്ക് നിരത്തി വെക്കാം. ഞാൻ മുഴുവനായും ചെയ്തിട്ടില്ല. അത് ബാക്കി കുറച്ച് തേങ്ങയുണ്ട് കേട്ടോ. ഇത് ഞാൻ വേറെ കാണിച്ചു തരാം എങ്ങനെയാണുള്ളത്. അപ്പം 2 മണിക്കൂറിന് ശേഷം നമ്മളിതൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ചൊന്ന് കട്ടയാവാൻ തുടങ്ങുന്നുണ്ട്. ഒന്ന് കുറച്ചൊരു ക്രിസ്റ്റൽ രൂപത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഇതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. മുഴുവനായി ഇളക്കി കൊടുക്കണം. കൈ കൊണ്ട് തന്നെ ചെയ്താൽ മതി. ഇത് ഞാൻ വെറുതെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഫോർക്ക് ഉപയോഗിക്കുന്നത്. സാധാരണ ഞാൻ കൈ കൊണ്ട് തന്നെ ചെയ്യാറാണ്. അപ്പോൾ മുഴുവനും തന്നെ ഇതുപോലെ ഇളക്കി കൊടുത്ത് വീണ്ടും അടച്ചു വെക്കുക. വീണ്ടും ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ ഇതേപോലെ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഞാനൊരു 3-4 പ്രാവശ്യം ഒരു ദിവസം ചെയ്യും. ഒരു ദിവസം ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് ഇതേപോലെ അടച്ചു വെക്കാം. അപ്പോൾ ഇത് ഒരു ദിവസത്തെ പ്രോസസ്സാണ് കേട്ടോ നമ്മളിത് ചെയ്യേണ്ടത്. നമുക്കപ്പോൾ ഒരു 3 മാസത്തേക്കൊക്കെ ഈ തേങ്ങ ഇതേപോലെ സൂക്ഷിക്കാൻ പറ്റും. തീരെ ഐസോ ഒന്നും ആവില്ല കേട്ടോ. അതുപോലെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് കാണിച്ചു തരുന്നത്. ഇനിയിപ്പോൾ ഇത് നമ്മൾ അടച്ച് വെച്ചിട്ട് നമ്മൾ പിറ്റേ ദിവസമാണ് ബാക്കി ചെയ്യുന്നുള്ളത്. അപ്പോൾ പിറ്റേ ദിവസം ഞാനിത് തുറന്നെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊന്ന് പുറത്തേക്ക് എടുക്കണം. അപ്പോൾ ഇതിൻ്റെ അടിയിൽ എന്തെങ്കിലും ഒരു ട്രേ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ ഈസിയാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ അടിയിൽ ഒരു ട്രേ വെച്ചിട്ടായിരുന്നു ഇല വെച്ചിട്ടുണ്ടായത്. അല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്ന് തന്നെ മെല്ലെ എടുത്താലും മതി. ഇപ്പോൾ ഇതുപോലെ ഞാനെല്ലാം പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും ഇതുപോലെ ഫ്രീസ് ചെയ്തിട്ടായിരിക്കും തേങ്ങ ഉപയോഗിക്കുന്നത്. കാരണം ജോലിക്ക് പോകുന്ന വീട്ടമ്മമാർക്കൊക്കെ അന്നന്ന് രാവിലെ എഴുന്നേറ്റ് ചിരകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എനിക്കും ചിലപ്പോൾ കൈവേദനയൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ എന്താ പറയണ്ടേ, ഇപ്പം ചിരകുന്ന മെഷീനൊക്കെ ഉണ്ടല്ലോ, അതും എനിക്ക് ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിതാണ് കുറച്ചും കൂടി ഈസിയായി തോന്നിയിട്ടുള്ളത്. ഇതുപോലെ നമ്മൾ സാധാരണ ഒരു പ്ലാസ്റ്റിക് കവറിൽ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ എടുക്കുമ്പം മുഴുവനായും തന്നെ കട്ടിയായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അതിൽ നിന്നൊന്ന് എടുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് അതിലും പ്രയാസമായിരിക്കും. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷനാണ് ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത്. ഇനിയിപ്പോൾ ഇതുപോലെ ആക്കിയ തേങ്ങ നമ്മൾ പിറ്റേ ദിവസമാണ് കേട്ടോ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഇതുപോലെ ഒരു കണ്ടെയ്നറിലാക്കി വെക്കുന്നത്. ഞാനൊരു ടപ്പർ വെയറിലാണ് ഇട്ട് വെക്കുന്നത്. അപ്പോൾ ഇതുപോലെ പാത്രത്തിലാക്കിയിട്ട് നമുക്ക് അടച്ചു വെക്കാം. അപ്പോൾ ഞാൻ ഇതും കാണിച്ചു തരുന്നുണ്ട്. ഇപ്പോൾ ഫ്രീസ് ചെയ്യാത്ത സാധാരണ തേങ്ങ നമ്മൾ മാറ്റി വെച്ചിരുന്നില്ലേ കുറച്ച് തേങ്ങ, അത് ഞാൻ വെറുതെ ഫ്രീസ് ചെയ്തിട്ടും കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് നോക്കാം കേട്ടോ എങ്ങനെയെന്നുള്ളത്. അപ്പോൾ ഇത് മുഴുവനും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള തേങ്ങ നമുക്ക് ഒരു പ്ലാസ്റ്റിക് പാക്കറ്റിലാക്കിയിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഫ്രീസ് ചെയ്യാനായി വെക്കാം. അപ്പോൾ നമുക്കതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. പിന്നെ നമുക്ക് ഈ തേങ്ങ ഉപയോഗിക്കാനും ബുദ്ധിമുട്ടില്ല കേട്ടോ. കുറച്ച് സമയം ഇതെടുത്ത് കഴിഞ്ഞതിന് ശേഷം അതൊന്ന് വെള്ളം കുടഞ്ഞ് വെച്ചാൽ മതി. നമ്മൾ സാധാരണ തേങ്ങയുണ്ടല്ലോ അതുപോലെ ആവും കേട്ടോ. അല്ലെങ്കിൽ ഒന്ന് അവണിൽ ചൂടാക്കിയാലും മതി. ചൂടാക്കണം എന്നില്ല, ഞാൻ സാധാരണ വെള്ളം കുടഞ്ഞ് വെക്കാറാണ്. 1 മണിക്കൂർ വെക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ടുണ്ടാവും. സാധാരണ തേങ്ങ പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ബാക്കിയുള്ള തേങ്ങ ഒരു പ്ലാസ്റ്റിക് കവറിലേക്ക് ആക്കുന്നുണ്ട്. മറ്റേത് ഞാൻ ഫ്രീസ് ചെയ്യാനായി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ തേങ്ങയും വെക്കാം. അപ്പോൾ ആ വ്യത്യാസം നിങ്ങൾക്ക് ഡയറക്റ്റായി കാണാൻ സാധിക്കും.
ഇപ്പോൾ ഇത് വെച്ചതിന് ശേഷം 2 ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ എടുക്കുന്നുള്ളത്. 2 ദിവസം കഴിഞ്ഞാലേ നമുക്ക് ആ വ്യത്യാസം മനസ്സിലാവുള്ളൂ. പാലും ഇതുപോലെ ഞാൻ കൊണ്ടുവന്ന് ഫ്രീസ് ചെയ്യാറാണ് കേട്ടോ. എപ്പോഴും നമ്മൾ നോക്കേണ്ടത് പാല് തിളപ്പിക്കാതെ വേണം ഫ്രീസ് ചെയ്യാൻ. നമുക്ക് ആവശ്യം വരുമ്പം ഓരോ ബോട്ടിലെടുത്ത് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ. പാലും ചീത്തയാവില്ല. അങ്ങനെ തിളപ്പിച്ച് ഫ്രിഡ്ജിൽ വെക്കുമ്പോഴാണ് ചീത്തയാവാറ്. ഇപ്പോൾ ഇത് ഞാൻ 2 ദിവസത്തിന് ശേഷമാണ് എടുക്കുന്നുള്ളത്. രണ്ടും കൂടി എടുത്ത് നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആദ്യം നമുക്ക് ഇത് ഒന്ന് തുറന്ന് നോക്കാം. ഇത് കണ്ടോ, നന്നായി തന്നെ ഐസായിട്ടുണ്ട് കേട്ടോ. സാധാരണ നമ്മൾ വെക്കുമ്പോൾ ഇതേപോലെ തന്നെ കിട്ടാറ്. ഇത് ഇനി നമുക്ക് ഇതിൽ നിന്ന് പൊട്ടിച്ചെടുക്കാനും തേങ്ങ ഒന്ന് അരക്കാനൊക്കെ ഭയങ്കര പ്രയാസമാണ്. നമ്മൾ ഒന്നെങ്കിൽ അവണിൽ വെച്ച് ചൂടാക്കി എടുക്കണം. അന്നേരം ബാക്കിയുള്ള തേങ്ങയും കൂടി ചീത്തയാവും. ഇതിൽ നിന്ന് പൊട്ടിച്ചെടുത്താലല്ലേ നമുക്ക് വേറെ വേറെ ചൂടാക്കാൻ പറ്റുള്ളൂ. ഇത് 2 ദിവസമായതുകൊണ്ട് ഇതുപോലെ പൊട്ടിക്കാൻ പറ്റി. പക്ഷെ നമ്മൾ 2-3 ആഴ്ച വെച്ച് കഴിഞ്ഞാൽ പൊട്ടിക്കാൻ വരെ പറ്റില്ല കേട്ടോ. എല്ലാവർക്കും ഉള്ള അനുഭവമായിരിക്കും. അപ്പോൾ നമ്മൾ മറ്റേ ബോക്സ് തുറന്ന് നോക്കാം. ഇത് കണ്ടോ, അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ടുണ്ട് തേങ്ങ. നമുക്ക് എടുക്കാൻ ഒരു പ്രയാസമില്ല. ഇതിപ്പോൾ നിങ്ങൾ മാസങ്ങളോളം വെച്ചാലും ഇതേപോലെ ഉണ്ടാവും. ഒരിക്കലും ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. പിന്നെ കേടാവാതിരിക്കാൻ നിങ്ങളിപ്പോൾ 3-4 മാസം ഫ്രീസറിൽ വെക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെ കുറച്ചൊന്ന് ഉപ്പ് വെതറി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് 3-4 മാസം അതുപോലെ സൂക്ഷിക്കാം. ഇനി ഞാൻ കുട്ടികൾക്ക് കൊടുത്തു വിടാൻ 1 വർഷം വരെ ഉള്ള തേങ്ങ എങ്ങനെ സൂക്ഷിക്കാമെന്നില്ല വീഡിയോ ഒന്ന് കാണിക്കുന്നത്. ഇത് ഞാൻ വെയിലത്ത് ഉണങ്ങാനായി വെക്കുന്നതാണ്. ഇത് ഞാൻ ഒരു മുറത്തിലാണ് കേട്ടോ വെക്കുന്നുള്ളത്. ഒരിക്കലും നമ്മൾ പ്ലാസ്റ്റിക് ഷീറ്റിലോ പിന്നെ തുണിയിലോ ഇതുപോലെ ഉണക്കിയെടുക്കരുത്. നല്ല വെയിലുള്ള സമയത്താണ് ഞാനിപ്പോൾ ഉണക്കുന്നത്. കുറച്ച് മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ മാർച്ച് ഏപ്രിൽ മാസത്തിൽ ഇത് ഉണക്കുന്നതാണ് നല്ലത്. നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുത്തു വിടാൻ ആ ഒരു സമയത്ത് ഇതൊക്കെ ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ നല്ലത്. ഒരുപാടുണ്ടെങ്കിൽ നമുക്ക് നല്ല പായയിൽ ഉണക്കിയെടുക്കുന്നതാണ് നല്ലത്. സാധാരണ ഞാൻ പായയിലാണ് ഉണക്കിയെടുക്കാറ്. ഇതിപ്പോൾ ഇതാ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നമുക്കത് ഇതുപോലെ കിട്ടും കേട്ടോ. പിന്നെ ഇതുപോലെ നമ്മൾ ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ പ്ലാസ്റ്റിക് ഷീറ്റൊന്നും ഉപയോഗിക്കാതിരിക്കുക. നമ്മൾ ആരോഗ്യത്തിന് അതാണ് നല്ലത്. പിന്നെ ഇത് പേപ്പറിലോ തുണിയിലോ ഉണക്കരുത്. അത് എണ്ണ വലിച്ചെടുക്കും. അപ്പോൾ നമ്മുടെ ഈ ഫ്രഷ്നെസ് പോകും തേങ്ങയുടെ. അപ്പോൾ ഇതെങ്ങനെ ഉപയോഗിക്കാമെന്ന് കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് തോരനിലൊക്കെ ഇടുമ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ല ഇത് ഈ ഉണക്കിയ തേങ്ങ ഇടുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. അതിനുള്ള എങ്ങനെയാണെന്ന് കൂടി ഞാൻ പറഞ്ഞു തരാം. ഇതിപ്പോൾ നമ്മൾക്ക് 1 വർഷം വരെ സൂക്ഷിക്കാം. കാരണം നമ്മൾ പച്ച തേങ്ങ കൊണ്ടുപോയാൽ ഫ്രീസ് ചെയ്ത് വെച്ചാലും നമ്മൾക്കൊരു 3-4 മാസം കഴിയുമ്പോഴത്തേക്ക് ചെറിയൊരു ചനച്ച മണം വരുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇങ്ങനെ കൊണ്ടുപോയി നമ്മൾ സൂക്ഷിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും കേടാവില്ല. അപ്പോൾ നിങ്ങൾ പുറത്ത് തന്നെയാണ് സൂക്ഷിക്കുന്നതെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും ഇതൊന്ന് ചൂടാക്കി എടുക്കണം. ഒന്നെങ്കിൽ അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് വാട്ടി ചൂടാക്കി എടുത്താൽ മതി. ഇല്ലെങ്കിൽ നല്ല വെയിലിന് വെച്ച് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ 1 വർഷം വരെയൊക്കെ ഇത് കേടാവാതിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഫ്രീസ് ചെയ്താൽ മതി. ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ചാൽ മതി. അപ്പോൾ 1 വർഷം വരെ നമുക്ക് പുറത്തൊക്കെ കൊണ്ടുപോയി കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഇത് വെച്ചാണ് ഞാൻ ഇവിടെ സാമ്പാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ വറക്കാൻ പറ്റും. നമ്മളിത് നന്നായി ചൂടാക്കിയ തേങ്ങയാണല്ലോ. അപ്പോൾ ഇത് ഇനി അധികമൊന്നും വറക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് നമുക്ക് വേണ്ടുന്ന മല്ലിപ്പൊടിയും സാമ്പാർ പൊടിയും അതേപോലെ തന്നെ മുളക് പൊടിയും ഒക്കെ ചേർത്ത് ഒന്ന് വാട്ടിയെടുത്താൽ മതി. ഇനി അത് കഴിഞ്ഞ് നമ്മൾ ചെറിയ ഒരു പീസ് പുളിയും കൂടി ചേർത്താണ് ഞാൻ അരച്ചെടുക്കുന്നത്. ഇത് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാം കേട്ടോ. നല്ല വെയിലുണ്ടല്ലോ നമുക്കൊക്കെ എപ്പോഴും. അപ്പോൾ ഇതുപോലെ എടുത്ത് വെച്ചാൽ നമുക്ക് ചിക്കൻ കറിയും സാമ്പാറും ഒക്കെ ഉണ്ടാക്കുമ്പോൾ അധികം തേങ്ങ വറുത്ത് ഗ്യാസൊന്നും കളയേണ്ട ആവശ്യമില്ല. നമുക്ക് വളരെ പെട്ടെന്ന് വറുത്തെടുക്കാം കേട്ടോ. ഇപ്പോൾ സാധാരണ നമ്മൾ തേങ്ങ വറുക്കുമ്പോൾ ഒരുപാട് സമയം വേണം നമുക്ക് വറുത്ത് കിട്ടാൻ. പക്ഷേ ഇതുപോലെ ആക്കി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് കറിയൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാനിതുപോലെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ആദ്യം കടുക് താളിച്ച് അതിലേക്ക് വെണ്ടയ്ക്ക് ഇട്ടതിന് ശേഷം പച്ചക്കറി ഇട്ട് വേവിക്കാറാണ്. ചിലപ്പോൾ നിങ്ങൾ അവസാനമായിരിക്കും താളിക്കുന്നത്. അപ്പം ഞാനെല്ലാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കുന്നതെന്ന് അതിലേക്ക് പരിപ്പ് വേവിച്ചതും പിന്നെ നമ്മൾ വറുത്ത് അരച്ച് സാമ്പാറും ചേർത്ത് അതിൻ്റെ അവസാനം 2-3 പച്ചമുളകും കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുക്കും. അപ്പം നല്ല സാമ്പാറാവും കേട്ടോ. ഇപ്പം ഞാൻ ഈ തോരൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് ഒരു പാത്രത്തിലേക്ക് ഞാനിത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ള അന്നന്ന് എടുക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരിക്കലും നനഞ്ഞ സ്പൂണോ പിന്നെ നമ്മൾ കാറ്റ് തട്ടുന്നിടത്തൊന്നും വെക്കരുത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇത് കുറച്ചൊരു വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ഞാൻ ഒരു അരമണിക്കൂർ വെച്ചതാണ്. ഇപ്പോൾ ഇതാ ഡ്രൈ ആയിട്ടുള്ള കോക്കനട്ടൊക്കെ മാറി നല്ല സാധാരണ തേങ്ങ പോലെ കുറച്ചൊരു കളർ വ്യത്യാസം ഉണ്ടാകും. അത്രയേ ഉള്ളൂ കേട്ടോ. എന്നാലും നമ്മൾ സാധാരണ തേങ്ങ പോലെ തന്നെ ആയിട്ടുണ്ട്. അപ്പം നമ്മൾക്കിത് അരക്കുമ്പോഴും ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. നമ്മൾ മീൻകറിയൊക്കെ വറുത്തരക്കാത്ത മീൻകറി ഉണ്ടാകുമ്പോഴും ഇതുപോലെ ചെയ്താൽ മതി.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മുടെ വീട്ടു ജോലി എളുപ്പമാക്കാനും നമ്മളെ കുട്ടികൾക്ക് കൊടുത്തു വിടാനും വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.